ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ ചേരുന്നു. ഷിജു ഖാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 പേർ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളാണ്. ആ 2 കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്രയും ക്രൂരമായ ഒരു അക്രമത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നത്. അതിലൊരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, മറ്റൊരാൾ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഒരു ഗുണ്ടാ സംഘമായി മാറുകയാണോ യൂത്ത് കോൺഗ്രസും KSUവും? ഇവിടെ പോലൊരു ചാനൽ ഈ വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കി പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇത് തുറന്നു കാട്ടുമ്പോൾ കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ എന്ന നിലയിൽ നിൽക്കുന്ന മറ്റു ചില ചാനലുകളുടെ സമീപനവും ഈ ഘട്ടത്തിൽ ഒന്ന് പറയേണ്ടി വരും. കാരണം ഇത്ര ഗുരുതരമായ ഒരു ആക്രമണം നടന്നിട്ട് ഇന്ന് 2 ദിവസം ആവുകയാണ്. നമ്മുടെ മുഖ്യധാര മീഡിയ പാലിക്കുന്ന നിശബ്ദതയാണ് വാസ്തവത്തിൽ യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത്. മുഖ്യധാര ചാനലുകളടക്കം നിശബ്ദതയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലും പത്രങ്ങളും യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുക്കുന്നത്. വാസ്തവത്തിൽ നഗരൂരിലെ സംഭവം യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷമെന്നല്ല, ഏകപക്ഷീയമായി DYFIയിലെ 8 പ്രവർത്തകരെ കൊല്ലാൻ നടത്തിയ സായുധ ശ്രമമാണ്. അതിനെ അങ്ങനെ വേണം കാണേണ്ടത്. ഒരു സംഘർഷം എന്നല്ല അതിനെ വിളിക്കേണ്ടത്. ഏകപക്ഷീയമായ കൊലപാതക ശ്രമമാണ് അവിടെ അരങ്ങേറിയത്. ഞങ്ങൾ യാതൊരു സംഘർഷവുമില്ലാത്ത സ്ഥലമായിരുന്നു നഗരം. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ പശ്ചാത്തലത്തിലല്ല പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സമാധാനപരമായി പോകുന്ന നഗരൂരിലേക്ക് ഒരു സംഘം ഏതാണ്ട് കാറുകളിലും 2 വീലറുകളിലുമായി കടന്നു വരുന്ന 50ഓളം വരുന്ന ക്രിമിനൽ സംഘം. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? KPCCയുടെ പ്രസിഡന്റ് സുധാകരനുമായിട്ടും പ്രതിപക്ഷ PD സതീശനുമായും അങ്ങേയറ്റം ബന്ധമുള്ള വളരെ ബന്ധമുള്ള സുഹൈൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ്. നമ്മളൊരു ഗുണ്ടാ സംഘം എന്ന് ഇതിനെ വിളിക്കുമ്പോൾ മുന്നണിയിലാണ്. ഇതിന്റെ മുന്നണിയിൽ KPCC സുഹൈലാണ് ഇതിന്റെ നേതൃത്വം. നേരത്തെ തന്നെ വർക്കലയിലെ SFIയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്, കുത്തുകേസിലെ പ്രതിയാണ്. പിന്നെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ സുഹൈൽ. പിന്നെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത നവകേരള സദസ്സിലേക്ക് DYFI പിന്നെ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഈ സുഹൈൽ അടക്കമുള്ളവർ. അപ്പൊ എത്തുന്നു, മാരകായുധങ്ങളുമായി എത്തുന്നു, ക്രൂരമായി ഏകപക്ഷീയമായി ആക്രമിക്കുന്നു. അതാണ് കാണേണ്ടത്. ഇപ്പോ 2 ദിവസമായി DYFIയുടെ നേതാവ് അഫ്സൽ വെന്റിലേറ്ററിലാണ്. നമ്മുടെ എത്ര ചാനലുകൾ, എത്ര പത്രങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായി ഗുരുതരമായ തലയ്ക്ക് പരിക്കേൽക്കുന്നു, വയറിനും നെഞ്ചിനും പരിക്കേൽക്കുന്നു, കരളിന് പരിക്കേൽക്കുന്നു, മറ്റാന്തരികാവയവങ്ങൾക്ക് പരിക്കേൽക്കുന്നു എന്ന് പറഞ്ഞാൽ 2 ദിവസമായി വെന്റിലേറ്ററിലാണ് DYFIയുടെ ഒരു നേതാവ്. നമ്മുടെ ചാനലുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? എന്താണ് ഇതിനെ സംബന്ധിച്ച് അവർ നടത്തിയ ചർച്ച? മുഖ്യ അവതാരകന്മാർ എവിടെയാണ്? ഏത് ലോകത്തേക്ക് അവർ പോയി? അവർ ഈ കേരളത്തിൽ കണ്ടോ? SFI DYFI നേതാക്കന്മാർക്ക് എതിരായി നുണബോംബുകൾ, കള്ള വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ഈ നഗരൂരിലെ ഈ ക്രൂരന്മാരായ കോൺഗ്രസിലെ കുറിച്ചൊരു വാക്ക് അവർ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം. കല്ല്, കമ്പി, വാള്, ഒടുവാള് ഇത് വെച്ചാണ് ആക്രമണം. അതോടൊപ്പം തലയിൽ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നു അഫ്സലിന്. ഞങ്ങളൊക്കെ അവിടെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വയറിന് ചുറ്റും കല്ലുകൊണ്ടിടിക്കുകയാണ്, ആന്തരികാവയവങ്ങൾക്ക് പരിക്കേൽക്കുകയാണ്. അത് കാണുന്നു. അതുപോലെ ആക്രമണത്തിൽ പരിക്കേറ്റ അല്ലമീൻ, അയാളുടെ തോളല് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. തലയ്ക്കും കൈക്കും സംഭവിച്ചിരിക്കുകയാണ്. ശരീരമാസകല മർദ്ദനമേറ്റു. ഇതൊരു എവിടെയെങ്കിലും ഉണ്ടായ ഒരു ചെറിയ സംഘർഷമല്ല. ഇത് മനസ്സിലാക്കേണ്ടത് കരുതിക്കൂട്ടി നമ്മൾ ചില ഭീകര സംഘങ്ങൾ നടത്തുന്ന, വളരെ പരിശീലനം സിദ്ധിച്ച തീവ്രവാദ സംഘം നടത്തുന്ന അവരുടെ ആക്ഷന് സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ അനന്തപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അൽത്താഫിന്റെ തലയുടെ പുറകിലാണ് ഗുരുതരമായ ആക്രമണം ഏറ്റത്. കല്ലുകൊണ്ട് തലക്കിടിക്കുകയാണ്. അതോടൊപ്പം മുഹമ്മദ് അനന്തപുരി ആശുപത്രിയിൽ നെറ്റി ഭാഗത്ത് ഗുരുതര പരിക്കാണ്. പ്ലാസ്റ്റിക് സർജറി അടക്കം വേണ്ടി വരുന്ന സാഹചര്യം അവിടെ സംജാതമാവുകയാണ്. ഇവരാരാണ്? ഈ യൂത്ത് ക്രിമിനൽ സംഘത്തെ ആരാണ് വളർത്തുന്നത്? KPCCയുടെയോ യൂത്ത് കോൺഗ്രസിന്റെയോ സംസ്ഥാന നേതൃത്വം ഇതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിലെമ്പാടും SFIക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെയും കള്ളപ്രചരണം അഴിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലാണ് നഗരൂരിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ബന്ധമുള്ളവർ നടത്തിയ
ഇതാക്രമണം മറച്ചു വെക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഷിജു അത് മാത്രവുമല്ല, ഈ പോയ ഗുണ്ടാ സംഘത്തിൽ കൊച്ചു കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. ഒന്ന് ആലോചിക്കുക, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അടക്കം അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു അതിക്രമം നടത്തുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈ കൊച്ചു കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള ഒരു മനസ്സ്, അതായത് എന്തും ചെയ്യാമെന്നൊരവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസും KSUവും കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സംഭവമല്ലല്ലോ. ഇതിപ്പോൾ തിരുവമ്പാടിയിലെ KSEB ഓഫീസ് അതിക്രമിക്കാൻ പോയതൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. AKG സെൻറ്റർ ആക്രമിക്കാൻ പോയത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഇങ്ങനെ കേരളത്തിലെ എണ്ണം പറയുന്ന ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ നിങ്ങളെ വാർത്ത അവതരണത്തിൽ ഞാൻ കുട്ടികളടക്കം കൊച്ചുകുട്ടികളടക്കം ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രതിയായിട്ടുള്ള ആളുകൾ ഈ ഗുരുതര ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കണം. ഷിജു ഖാനാണ് സംസാരിച്ചത്.